ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ലോകം മുഴുവനും കർത്താവിൻ്റെ ഉയർപ്പിനെ ഈസ്റ്റർ എന്ന പേരിൽ ഇന്നത്തെ ദിവസം ഓർമ്മിക്കുകയാണ്. എല്ലാ വർഷവും കർത്താവ് മരിക്കുകയും എല്ലാ വർഷവും കർത്താവ് ഉയർച്ച നൽകുകയും ചെയ്യുന്നില്ല. കർത്താവ് ഒരിക്കലായി മരിച്ചു, കർത്താവ് ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ മഹത്വത്തെ ആമേൻ ദിനംതോറും അനുഭവിക്കുവാനാണ് കർത്താവ് സഭയെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ പല സന്ദർഭങ്ങളുണ്ട്. ഉയർത്തെഴുന്നേറ്റ് മറ്റ് പലർക്കും പ്രത്യക്ഷമായ പല സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളെ നമുക്ക് ആദ്യം നോക്കിയതിന് ശേഷം നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യം നാം നോക്കിയാൽ അവിടെ മഗ്ദലന മറിയത്തിന് യേശു കല്ലറയ്ക്കൽ വെച്ച് പ്രത്യക്ഷമായതായിട്ട് കാണുവാനായി കഴിയുന്നു. യേശു താൻ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ തന്നെ മഗ്ദലന മറിയത്തിൽ നിന്നും അനേക ഭൂതങ്ങളെ പുറത്താക്കി ആമേൻ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി കർത്താവിൻ്റെ രാജ്യത്തിലുള്ള ഒരാളാക്കി മാറ്റി രൂപാന്തരപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് മഗ്ദലന മറിയം. അനേക സ്ത്രീകളുണ്ട് യേശുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന അനേക ശിഷ്യന്മാരുണ്ട്, അനേക സ്ത്രീകളുണ്ട്. അവരെല്ലാം യേശു എവിടെയുണ്ടോ അവിടെ യേശുവിനോടൊപ്പം ഇരിക്കുവാണ്ടൊക്കെ വേണം അവർ പൂർണ്ണമായും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റിവെച്ച് യേശുവിനോട് കൂടെ നടക്കുന്ന അനുഭവത്തിലുള്ള വലിയൊരു കൂട്ടം ജനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവ് മരിച്ച് ഉയർത്തുന്നതിന് ശേഷം മേരി മഗ്ദലന മറിയത്തിന് ആദ്യമായി കർത്താവ് പ്രത്യക്ഷമാവുകയാണ്. മറ്റുള്ളവരോട് പോയി പറയുവാൻ അറിയിക്കുകയാണ്. ഇനി കല്ലറയിൽ നിന്ന് തിരികെ വരുന്ന ചിലർക്ക് കർത്താവ് പ്രത്യക്ഷനായി. മത്തായി സുവിശേഷം 28-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ, മത്തായി സുവിശേഷം 28-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി നീക്കിക്കളഞ്ഞിരിക്കുന്നതായി കണ്ട് കല്ലറയ്ക്കകത്ത് കയറി ശരീരം അവിടെയില്ല. ദൂതന്മാർ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു. ആ റിപ്പോർട്ട് കേട്ടതിന് ശേഷം അവിടെ നിന്നും തിരികെ വരുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകളും യേശുവിനെ കണ്ടു. കർത്താവിനെ പല സന്ദർഭങ്ങളിൽ പലരും കണ്ടു ഉയർത്തെഴുന്നേറ്റ ആ ദിവസത്തിലും അതിനോട് തുടർന്നുള്ള ഒരു 40 ദിവസത്തിനകത്തും ഏകദേശം 11ഓളം സന്ദർഭങ്ങളിൽ യേശു പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് കാണാനായി സാധിക്കുന്നുണ്ട്. അടുത്തതായി കർത്താവ് പത്രോസിന് പ്രത്യക്ഷപ്പെടുകയാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. യേശു കർത്താവ് ആർക്ക് പ്രത്യക്ഷനായി? പത്രോസിന് പ്രത്യക്ഷനായി. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിന് പ്രത്യക്ഷനായി. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ ലൂക്കോസ് 24-ാം അധ്യായം 13 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ 2 ശിഷ്യന്മാർ, അവർ 12 ശിഷ്യന്മാരിൽ പെട്ടവരല്ല, ഒരുവൻ മരിച്ചുപോയി, ആ 11 ശിഷ്യന്മാരിൽ പെട്ടവരല്ല, വേറെ 2 ശിഷ്യന്മാർ അവർ യെരുശലേമിൽ നിന്നും എമ്മാവോസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ അതേ ദിവസത്തിൽ അവർ യേശുവിനെ കണ്ടു. യേശു അവരോടുകൂടെ നടന്നു. ആ വേദഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. അവർക്കും യേശു പ്രത്യക്ഷമായി. അടുത്തതായി യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ യെരുശലേമിൽ മാളിക മുറിയിൽ, ആ മാളിക മുറിയെക്കുറിച്ച് നമുക്കറിയാം, പെസഹ ഒരുക്കിയ മുറി. യേശു കർത്താവിന് അന്ത്യത്താഴം കഴിക്കുവാണ്ടക്കവണ്ണം ഒരു മാളിക മുറി വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക മുറിയെ അവർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവ് അവിടെ അന്ത്യത്താഴം ശിഷ്യന്മാരുമായി ചേർന്ന് കഴിച്ചു. ഷിയാനെ എല്ലാവരും നോക്കി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ, ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. കൊച്ചുകുട്ടികൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ. ഇപ്പോൾ നിങ്ങൾ വലിയ ആളുകളും കൊച്ചുകുട്ടികളുടെ കൂടെ ചേർന്നിരുന്ന് കളിക്കേണ്ട സമയമല്ല. ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കേണ്ടുന്ന സമയമാണ്. സ്തോത്രത്തോടുകൂടെ വചനത്തെ കൈക്കൊള്ളേണ്ടുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, യേശു കർത്താവ് അന്ത്യത്താഴം കഴിച്ച അതേ മുറിയിൽ തുടർന്നും ശിഷ്യന്മാർ അവിടെ തന്നെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണാം. കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷവും അവർ ആ മാളിക മുറിയിൽ തന്നെ അവർ സ്റ്റേ ചെയ്യുകയാണ്. ഗലീലയിൽ നിന്നും വന്ന ശിഷ്യന്മാർ അവർ യെരുശലേമിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. യേശു കർത്താവ് അന്ത്യത്താഴത്തിനായി ഒരുക്കുവാൻ പറഞ്ഞ ആ മുറി വിട്ട് അവർ പോയിട്ടില്ല. ആ മുറിയിൽ അവർ ഇരിക്കുമ്പോൾ അവിടെ
തോമസ് ഇല്ലായിരുന്നു. ആരാണ് ഈ തോമസ്? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ. എന്നാൽ നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ കർത്താവിൻ്റെ സുവിശേഷവുമായി വന്ന ഒരുവനാണ് തോമസ്. ഇവിടെ കേരളത്തിൽ തന്നെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്തിൽ AD 52 വന്നിറങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു. 8 പള്ളികൾ സ്ഥാപിച്ചു. 7 പള്ളികൾ കേരളത്തിലും, 8ാമത്തെ പള്ളിയുടെ പേര് അരപ്പള്ളി എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ 7.5 പള്ളി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതിവിടെ അഴകിയമണ്ഡപത്ത്. കഴിയുമെങ്കിൽ ദൈവം സഹായിച്ചാൽ അടുത്ത മാസം നമുക്ക് അവിടെ ടൂറായിട്ട് പോകാം. നിങ്ങൾക്ക് താല്പര്യം, ടൂർ ഇഷ്ടമുണ്ടെങ്കിൽ, ആർക്കൊക്കെ ടൂർ പോകാൻ ഇഷ്ടമുണ്ട്? ഓക്കെ, ശരി, ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, ആ തോമസ് ഇല്ലാതിരുന്നപ്പോൾ യേശു കർത്താവ് മാളിക മുറിയിൽ വന്ന് പ്രത്യക്ഷമാവുകയാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ, 19 മുതൽ 23 വരെയുള്ള വാക്യത്തിലാണ് അവിടെ നമുക്കത് കാണുവാനായി കഴിയുന്നത്. കർത്താവ് അവർ അടച്ചിട്ടിരിക്കെ തന്നെ അതിനകത്ത് വന്ന് പ്രത്യക്ഷമായി പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഓക്കെ, 3-3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നു. യേശുവിനെ ഇപ്പോൾ മഹാപുരോഹിതന്മാരും പ്രമാണികളും ചേർന്ന് ക്രൂശിച്ചു. എന്നാൽ 3-ാം നാളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, ഈ മന്ദിരത്തെ പൊളിക്കുവിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുകയാണ്. അനേകർക്ക് കർത്താവ് പ്രത്യക്ഷമാവുകയാണ്. ഇനി തുടർന്ന് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ 26 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ തോമസ് ഉള്ളപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. നേരത്തെ തോമസ് ഇല്ലാത്തപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ അതിനുശേഷം എല്ലാവരും തോമസ് ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു, യേശു കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി, യേശു കർത്താവ് ഞങ്ങളുടെ ഇടയിൽ വന്നു, നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞു. അവർക്കുണ്ടായ അനുഭവങ്ങളെ പറയുകയാണ്. ഉടനെ തോമസ് പറഞ്ഞു, ഞാൻ ആ മുറിപ്പാടുകളിൽ കൈയിട്ടല്ലാതെ, ഞാൻ കണ്ടല്ലാതെ, ഞാൻ തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ തോമസും കൂടെയുള്ളപ്പോൾ വീണ്ടും ഒരിക്കൽ കർത്താവ് വന്ന് അതേ മാളിക മുറിയിൽ പ്രത്യക്ഷമാവുകയാണ്. കർത്താവ് ഉയർത്തുന്നതിൻ്റെ അതേ ദിവസത്തിനും ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും തോമസ് ഉള്ളപ്പോൾ കർത്താവ് അവിടെ പ്രത്യക്ഷമാവുന്നത്. തോമസിനും കർത്താവിനെ, ഉയർത്തുന്നതിൻ്റെ യേശുവിനെ കാണുവാൻ അവസരം കിട്ടി. തുടർന്ന് യോഹന്നാൻ സുവിശേഷം 21-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യം നോക്കിയാൽ ഏകദേശം 7 ശിഷ്യന്മാർ, അവർ ഞങ്ങളിനി, യേശു ഞങ്ങളുടെ കൂടെ ഇല്ല, യേശു ഞങ്ങളുടെ വിട്ടുപോയി, ഞങ്ങളിനി മീൻ പിടിക്കാൻ പോകാം എന്ന് പറഞ്ഞു പോകുമ്പോൾ പത്രോസ് അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആ 7 ശിഷ്യന്മാർക്ക് ഗലീല കടൽക്കരയിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷമാവുകയാണ്. അന്ന് അവരെ കർത്താവ് ഉറപ്പിച്ചു. ഗലീല കടൽക്കരയിൽ വെച്ച് കർത്താവ് ശീമോനോട് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കാം. കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, അതെ, ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കാം. കർത്താവ് വീണ്ടും അത് ചോദിച്ച് ഉറപ്പിക്കുകയാണ്. പത്രോസിനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓതറൈസ് ചെയ്യുകയാണ്. അവർ പിന്മാറ്റത്തിലേക്ക്, പഴയ ജോലിയിലേക്ക് പോകുവാൻ നിന്നു. എന്നാൽ കർത്താവ് പ്രത്യക്ഷമായി അവരോട് അവരെ ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല, നിങ്ങളുടെ ജോലി ഇനിയാണ് ആരംഭിക്കുന്നത്. 3-3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നത് വെറും ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. എന്നാൽ അവരുടെ ശുശ്രൂഷ ഇനി ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓക്കെ, തുടർന്ന് വീണ്ടും മത്തായി സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നോക്കിയാൽ ഗലീലയിലെ ഒരു മലയിൽ വെച്ച് കർത്താവ് വീണ്ടും അവിടെ പ്രത്യക്ഷമാകുന്നു. 11 ശിഷ്യന്മാർക്ക്. 11 ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 6-ാം വാക്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്. അതായത്, അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. എത്ര പേർക്ക് പ്രത്യക്ഷനായി? 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. കർത്താവ് ഉയർത്തുന്നേറ്റിട്ട് ശിഷ്യന്മാർ മാത്രമല്ല കണ്ടത്, 500-ലധികം പേർ യേശു ഉയർത്തുന്നേറ്റു എന്നുള്ളത് കണ്ടു. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു. എന്നുവരെ? ലേഖനം എഴുതുന്നവരെ. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചിലർ മരിച്ചുപോയി. യേശുവിനെ അന്നത്തെ കാലഘട്ടത്തിലുള്ള അനേകർ ഉയർത്തുന്നേറ്റവനായി കണ്ടു. അതിന് സാക്ഷികൾ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളാണ്. നമ്മളെല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു.
നമ്മുടെ ജീവിതത്തിലും കർത്താവിൽ നിന്നുള്ള പല അനുഭവങ്ങളുണ്ട്. ആർക്കെല്ലാം യേശുവിൽ നിന്നും എക്സ്പീരിയൻസസ് ഉണ്ട്? കരങ്ങൾ ഉയർത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള ദൈവത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് പ്രാർത്ഥനയാൽ, ആരാധനയിൽ, ദൈവമക്കളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, അതിനെ നിങ്ങൾ അടിക്കടി പറയണം. ഇവിടെ ശിഷ്യന്മാർ അത് തന്നെയാണ് ചെയ്യുന്നത്. കർത്താവിൽ നിന്നും അവർക്ക് ലഭിച്ച എക്സ്പീരിയൻസസിനെ അവർ വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ്, അവർ വീണ്ടും വീണ്ടും പറയുകയാണ്. അവർ സംസാരിക്കും തോറും പറയും തോറും അവിടെ ദൈവത്തിൻ്റെ മഹത്വം കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, ഇനി 1 കൊരിന്ത്യർ 15:7 തൊട്ടടുത്ത വാക്യത്തിൽ യാക്കോബിന് കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ളതിനെ കുറിച്ച്, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കുമായി പ്രത്യക്ഷമായി. യാക്കോബിന് പ്രത്യേകമായി പ്രത്യക്ഷമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ യാക്കോബായിരുന്നു അപ്പോസ്തലന്മാരിൽ നേതാവായി മാറിയത്. യെരുശലേമിൽ കർത്താവിൻ്റെ ഉയർത്തുന്നതിന് ശേഷം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ വന്നിറങ്ങിയതിന് ശേഷം പല ശുശ്രൂഷകർക്കായി പലരും പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ 12 ശിഷ്യന്മാർ ഒത്തൊരുമിച്ച് യൂദയ്ക്ക് പകരം മറ്റൊരാളെ എടുത്തു. അവർ ഒരുമിച്ച് യെരുശലേമിലായിരുന്നപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തത് യാക്കോബായിരുന്നു. ഈ യാക്കോബിന് യേശു കർത്താവ് സെപ്പറേറ്റ് ആയിട്ട് വന്ന് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് കർത്താവ് ഉയർത്തുന്നതിന് ശേഷം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നായി ഏകദേശം 40 ദിവസത്തോളം കർത്താവ് ഈ ഭൂമിയിൽ അനേകർക്ക് പ്രത്യക്ഷമായി. അതിലേറ്റവും അവസാനത്തെ കാര്യം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 50-51 വാക്യം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 50-51 വാക്യം. അനന്തരം അവൻ അവരെ ബഥാനിയയോളം കൂട്ടിക്കൊണ്ടുപോയി. ആരെ? ശിഷ്യന്മാരെ. എവിടെ കൊണ്ടുപോയി? എവിടെ നിന്ന്? യെരുശലേമിൽ നിന്ന്. യെരുശലേം എന്ന് പറയുന്നത് ബഥാനിയയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഏകദേശം 2 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്പേസ് ആണ് ബഥാനിയ. അപ്പോൾ യെരുശലേമിൽ നിന്നും കർത്താവ് എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി? ബഥാനിയയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെയായിരിക്കും അവർ പോയത്? കുതിരവണ്ടിയിലായിരിക്കോ, കാറിലായിരിക്കോ, ഫ്ലൈറ്റിലായിരിക്കോ? എങ്ങനെയായിരിക്കും പോയത്? നടന്ന്. ആർക്കൊക്കെ നടക്കാൻ ഇഷ്ടമുണ്ട്? നടക്കാത്തവരൊക്കെ നടക്കണം. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. നടക്കുന്നത് നല്ലൊരു എക്സസൈസാണ്. പ്രത്യേകിച്ചും അഭിഷേകമുള്ള ദൈവമക്കൾ നടന്നാൽ, ആമേൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും മെതിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തിൽ ദൈവമക്കൾ നടക്കണം. ഞങ്ങൾ നടക്കുമ്പോൾ പാമ്പുകൾ മെതിക്കപ്പെടും, തേളുകൾ മെതിക്കപ്പെടും. ദൈവത്തിൻ്റെ ജനം സ്തുതിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ട് നടക്കുമ്പോൾ പൈശാചിക പ്രവൃത്തികൾ തകരും, പൈശാചിക ശക്തികൾ തകരും എന്ന് നിങ്ങൾ അഭിഷേകമുള്ള ആരാധിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്താൽ നടക്കണം. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ബേഥാനിയിലുള്ള ഒലിവ് മലയിൽ വെച്ചിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ആ സമയത്തും കർത്താവ് അവരോട് കൂടെയുണ്ട്. അപ്പോൾ യെരുശലേമിൽ നിന്നും ബഥാനിയ വരെ ശിഷ്യന്മാരോട് ചേർന്ന് കർത്താവ് നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു സംശയം, മറ്റുള്ളവരാരും ഇത് കണ്ടിട്ടുണ്ടാകില്ലേ എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക, യേശു കർത്താവ് ശരിക്കും പ്യുവർ ഒരു ആത്മമനുഷ്യനാണ്. ഈ 12 പേർ മാത്രമേ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ആരും കാണുകയില്ല, അവർ മാത്രമേ കാണുകയുള്ളൂ. ആര് മാത്രം? ശിഷ്യന്മാർ മാത്രമേ കാണുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ബേബി സിസ്റ്ററോടുണ്ടോ? ഉണ്ട്. ബേബി സിസ്റ്ററിനോട് ചോദിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സിസ്റ്ററിനും പറയാനുണ്ട്. അവിടെ കാഷ്നട്ട് ഫാക്ടറിയിൽ സിസ്റ്റർ മാത്രം ഒരാളിനെ കണ്ടു, വേറെ ആരും കണ്ടില്ല. അവിടെ ചില ഡെലിവറൻസ്, അത്ഭുതങ്ങൾ, ഒരു ദൈവപ്രവൃത്തികൾ അവിടെ നടന്നു. വേറെ ആരും കണ്ടില്ല, സിസ്റ്റർ മാത്രം കണ്ടു. ചോദിക്കോളൂ, നിങ്ങൾ ആ സാക്ഷികൾ കേട്ടിട്ടുണ്ടോ? ആരൊക്കെ കേട്ടിട്ടുണ്ട്? ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ കർത്താവ് ആർക്ക് വെളിപ്പെടുന്നുവോ അവർക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കർത്താവ് ആരോട് സംസാരിക്കുന്നുവോ അവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുകയുള്ളൂ. യെരുശലേമിൽ തുടങ്ങി ബഥാനിയ വരെ യേശുവും ശിഷ്യന്മാരും നടന്നു പോകുന്നു. എന്നാൽ വേറെ ആരും കാണുന്നില്ല, ശിഷ്യന്മാർ മാത്രം കാണുന്നു. ഒലിവ് മലയിൽ വെച്ച് കർത്താവ് ശരീരത്തോടൊപ്പം കയറി പോവുകയാണ്. അപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസത്തോളം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷമായി, അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് പല കാര്യങ്ങൾ
ട്രെയിനിങ് കൊടുത്തു, പല കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു, പല കാര്യങ്ങളിൽ അവരെ നിയോഗിച്ചു, പല കാര്യങ്ങൾ അവർ ചെയ്യുവാൻ തക്കവണ്ണം അവരെ ആക്കി വിട്ടു. ഹല്ലേലൂയ. റിയലി ഈ 40 ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? സഭയെ പണിയുന്ന ഒരു പ്രോസസ്സിങ്ങിന് കർത്താവ് അടിസ്ഥാനമിടുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അപ്പോൾ സഭയ്ക്ക് വിരോധമായി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന പാതാള ശക്തികളുണ്ട്, പൈശാചിക ശക്തികളുണ്ട്. അതിനെ ജയിക്കുന്നൊരു സഭയാണ് കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നത്. ആ സഭ എങ്ങനെ ജയിക്കും? യേശുവിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സഭയായി പണിയപ്പെടും. മാത്രമല്ല, അവർ പാതാള ഗോപുരത്തെ ജയിക്കും. ഹല്ലേലൂയ. വാഴ്ച നടത്തുന്ന ദുഷ്ട അധികാരങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. ആ ദുഷ്ട അധികാരങ്ങളെ തകർക്കുവാൻ കർത്താവ് സഭയെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ 11 സന്ദർഭങ്ങൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതായി കാണുവാൻ കഴിയുന്ന സന്ദർഭങ്ങളാണ്. എന്നാൽ നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്തു പോവുകയാണ്. ഏകദേശം 7 നാഴിക ദൂരമുള്ള, തമിഴ് ബൈബിളിൽ പറയുന്നു 7 അല്ലെങ്കിൽ 8 മൈൽ ദൂരമുള്ള, ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തേക്കാണ് അവർ നടന്നു പോകുന്നത്. നിങ്ങൾ ഒരു ദിവസം എത്ര ദൂരം നടക്കും? പറഞ്ഞേ, നടക്കോ? 1 കിലോമീറ്ററെങ്കിലും ആര് നടക്കും? കൈയുയർത്തിക്ക്. അപ്പോൾ 1 കിലോമീറ്റർ പോലും നടക്കാത്ത ആളുകളോട് ഉണ്ടോ? ശരി, ഒരു 2 കിലോമീറ്ററെങ്കിലും മിനിമം നടക്കുന്നവർ കൈയുയർത്തിക്ക്. ശരി, ഓക്കെ. ഇവിടെ ഇവർ ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ വരെ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാറശാലയിൽ നിന്നും നെയ്യാറ്റിൻകരയും കഴിഞ്ഞു പോകുന്ന ദൂരം അവർ നടന്നു പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളെ സ്ട്രെസ് ചെയ്ത് പറയുന്നതിനൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ജനം നടക്കുന്നതിൽ പോലും ആമേൻ ഒരു ആത്മമണ്ഡലത്തിൽ ഒരു ദൈവശക്തി വെളിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർത്താവ് സഭയെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നിങ്ങളെ കർത്താവ് ഏത് ദേശത്തിൽ കൊണ്ടുപോയിരുന്നാലും, ഏത് സ്ഥലത്ത് കൊണ്ടുപോയിരുന്നാലും, നിങ്ങൾ ആരാധനയോടെ സ്തുതിയോടുകൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് അവൻ ആത്മബലത്തോടുകൂടെ എഴുന്നേറ്റ് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിസിക്കലി നോക്കിയാലും നടക്കുന്നത് നല്ലൊരു എക്സസൈസ് തന്നെയാണ്, ശരീരത്തിന് അത് നല്ലൊരു എക്സസൈസ് തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല, ദൈവമക്കളുടെ മനസ്സിൽ ആ ശരീരത്തിനുള്ള എക്സസൈസിൻ്റെ കാര്യം മാത്രമല്ല, സ്പിരിച്വലി ഈ ഭൂമിയെ അടക്കി വെച്ചിരിക്കുന്ന, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമിയെ വിടിവിക്കുവാനുള്ള ഒരു ആത്മശക്തി ദൈവജനത്തിൽ നിന്നും പുറപ്പെടുമെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അഭിഷേകമുള്ള ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനം അവർ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. അവർ നടക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടും. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പുത്രന്മാരായി കർത്താവ് നമ്മെ പണിത് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. ഇടപെടുന്ന വ്യക്തികളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അത് ധാരാളമായി സംഭവിക്കണമെന്ന് ആഗ്രഹിപ്പേൻ. നിങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി ചുറ്റുപാടും വെളിപ്പെട്ട് വരണം, ചുറ്റുപാടും പുറപ്പെട്ടു പോകണം. ഹല്ലേലൂയ. ദേശമെങ്കും ആവിയാനവർ அசைகிறார் பற்றிக் கொள்வாயே, உயர் மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். ஓஹோ, தேசமெங்கும் ஆவியானவர் அசைகிறார் பற்றிக் கொள்வாயே, உயர் மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். சபைக்குள்ளே ஆவியானவர் அசைகிறார் பற்றிக் கொள்வாயே, உயர் மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். ஆமென், ஆமென்.
உயர்மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். ஓஹோ, வீட்டுக்குள்ளே ஆவியானவர் அசைகிறார், பற்றிக் கொள்வாயே. உயர்மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். உயர்மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். தேசமெங்கும் ஆவியானவர் அசைகிறார், பற்றிக் கொள்வாயே. உயர்மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ஆவியானவர். உயர்மலைகளிலும் தாழ்ந்த பள்ளத்தாக்கிலும் அசைகிறார் ആവിയാനവർ. ദൈവം അനേക ദൈവമക്കളെ അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ വചനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമക്കളെ കർത്താവ് തൻ്റെ ദൗത്യത്തിനായി, തൻ്റെ പദ്ധതിക്കായി അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എഴുന്നേൽപ്പിക്കും. അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അവർ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. പിശാചിൻ്റെ ശക്തികൾ അവിടെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല. ഹല്ലേലൂയ. ദൈവപതിലെ നിങ്ങളുടെ ഉള്ളിൽ സ്തുതി ഉണ്ടെങ്കിൽ, ആരാധനയുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും. നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറത്തേക്ക് സ്പ്രെഡാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമുള്ള ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളിൽ നിന്ന്, ഫ്രം യു, നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ ഫയർ, ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ ഗ്ലോറി അത് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് സ്പ്രെഡാകുമെന്ന് മനസ്സിലാക്കുക. അതിനായി കർത്താവ് നിങ്ങളെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവസഭയെ, ദൈവത്തിൻ്റെ പുത്രന്മാരെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങളിൽ നിന്ന്, നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ചുറ്റുപാടിലേക്കും കർത്താവ് അയക്കുകയാണ്, ദേശത്തിലേക്ക് കർത്താവ് അയക്കുകയാണ്. നല്ലവണ്ണം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അവരെ ദൈവം ഉന്നത ബലത്താൽ, ഉന്നത ശക്തിയാൽ കർത്താവ് നിറയ്ക്കും. അവർ മുഖാന്തരം ദേശത്തിൽ ഒരു വെളിച്ചത്തെ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു ദേശത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, ഒരു ദൈവശക്തിയുള്ള ഒരു അഭിഷിക്തനുണ്ടെങ്കിൽ, ഒരു അഭിഷേകമുള്ള ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, അവർ നിമിത്തം ആ ദേശത്തിൽ ദൈവം വലിയ ശുദ്ധീകരണങ്ങളെ ചെയ്യും, വലിയ രൂപാന്തരങ്ങളെ ചെയ്യും. അവർക്കെതിരെ ഞെരുക്കങ്ങൾ ആ ദേശത്തിൽ നിന്നുണ്ടാകും. തളർന്നു പോകരുത്, വാടിപ്പോകരുത്. ദൈവമക്കൾ, ആരാധിക്കുന്ന ദൈവമക്കൾക്കെതിരെ ഇടർച്ചകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, അത് നിങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നും ആരാധിക്കുന്നതിൽ നിന്നും തളർത്തുവാനാണ് ഈ ഡിസ്റ്റർബൻസസ് വരുന്നത്, ഈ ശല്യങ്ങൾ വരുന്നത്. അതിനെ മൈൻഡ് ചെയ്യേണ്ട. തുടർന്നും സ്തുതിക്കുക, തുടർന്നും ആരാധിക്കുക, തുടർന്നും ആത്മാവിൽ ബലപ്പെട്ട് മുന്നേറിപ്പോവുക. അപ്പോൾ ആ ശല്യങ്ങൾ മാറിപ്പോകും, ആ ഇടർച്ചകൾ മാറിപ്പോകും. പിന്നെ ഒരു ശല്യവും ഉണ്ടാവുകയില്ല. ആ ലെവലിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ കവർ ചെയ്യും. ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങളെ മൂടി മറയ്ക്കും. ഹല്ലേലൂയ. ഇവിടെ യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് രണ്ടുപേർ പോകുമ്പോൾ യേശുവും കൂടെ അവരുടെ കൂടെ ചേർന്ന് നടക്കുകയാണ്. എന്നാൽ ഈ യേശുവിനെ ഈ രണ്ടുപേർക്ക് നല്ലവണ്ണം അറിയാം. ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. 12 ശിഷ്യന്മാരിൽപ്പെട്ടവരല്ല, വേറെയും ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. 70 പേരടങ്ങിയ സംഘം, 120 പേരടങ്ങിയ സംഘം, അങ്ങനെ പല ശിഷ്യ സംഘങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഈ 2 പേർ ശിഷ്യന്മാരാണ്. അവർക്ക് യേശുവിനെ നല്ലവണ്ണം അറിയാം. യേശുവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ടവരാണ്. യേശുവിൻ്റെ ഉപദേശപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചവരാണ്. അവർ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാണ്, ദൈവരാജ്യത്തിലുള്ളവരാണ്. പക്ഷേ യേശു കൂടെ നടന്നപ്പോഴും അവർ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. നമ്മളിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ മഹത്വങ്ങൾ പലതും നമ്മുടെ ഇടയിലുള്ളപ്പോൾ തന്നെ അത് അറിയുവാൻ കഴിയാതെ വണ്ണം കണ്ണുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ
ആ കണ്ണ് തുറക്കുവാനുള്ള ചില ടെക്നിക്കുകൾ, ചില ജ്ഞാനങ്ങൾ ഈ തിരുവചന വേദഭാഗത്തിൽ നിന്നും നമുക്ക് അറിയുവാനായി സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം നമ്മളിവിടെ ധ്യാനിക്കുന്നത്. 15-ാം വാക്യത്തിൽ, ലൂക്കോസ് 24:15 വാക്യത്തിൽ, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുതാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇപ്പോൾ തന്നെ മനുഷ്യൻ്റെ അതേ രൂപത്തിൽ കർത്താവ് ഭൂമിയിലുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ചിലർക്കറിയാൻ പറ്റും, ചിലർ അറിഞ്ഞാലും ചിലപ്പോൾ യേശുവാണെന്നറിയില്ല. സാധാരണ ഒരു മനുഷ്യനായി മാത്രം അറിയുന്നു. ഇവിടെ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് ഒരു മനുഷ്യൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ യേശുവാണെന്ന് അറിയാൻ പറ്റാത്ത ലെവലിൽ ഭാഗികമായി മാത്രം, പാർഷ്യലി മാത്രം യേശുവിനെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ കൂടെ നടക്കുന്നു. ഈ മനുഷ്യൻ ആരാണ്? അത് ദൈവപുത്രനാണ്, യേശുവാണ്, ക്രിസ്തുവാണ്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യൻ കൂടെ നടക്കുന്നു, ഒരു മനുഷ്യൻ കൂടെ നടക്കുന്നു എന്ന് മാത്രമേ അവർക്ക് അറിയുവാൻ കഴിയുന്നുള്ളൂ. ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ വിശ്വാസത്തോടുകൂടെ അത് സ്വീകരിക്കുകയാണെങ്കിൽ ദൈവപുത്രൻ ഭാഗികമായോ മുഴുവനായോ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മിലൊരുവനെ പോലെ ഒരു മനുഷ്യനായി തന്നെ നമ്മോട് കൂടെ വെളിപ്പെട്ട് വരുന്ന അനുഭവങ്ങൾ ഈ നാളുകളിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ കാലങ്ങളിൽ കർത്താവ് തരുവാൻ പോവുകയാണ്. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അത് തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എങ്ങനെ? യേശുവിനെ അറിയാതെ വണ്ണം. എന്തറിയാം? ഒരു മനുഷ്യനുണ്ടെന്നറിയാം, ഒരു മനുഷ്യനാണെന്നറിയാം, പക്ഷെ യേശുവാണെന്ന് അറിയില്ല. അങ്ങനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഇപ്പോഴും നമ്മുടെ കണ്ണുകൾ പലതും കാണാതെ വണ്ണം, പലതും അറിയാതെ വണ്ണം നിരോധിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മെ കാക്കുവാൻ, പരിപാലിക്കുവാൻ ദൈവം തന്ന ദൂതന്മാർ നമ്മോട് കൂടെയുണ്ട്. പക്ഷേ പലപ്പോഴും കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ജനം അത് തിരിച്ചറിയുന്നു, അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ കണ്ണുകൾക്കത് കാണുവാൻ കഴിയാതെ വണ്ണം, ആത്മാവിൽ അത് അറിയാൻ കഴിയാതെ വണ്ണം അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ദൈവത്തിൻ്റെ മക്കൾ, സ്തുതിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കുവിൻ, ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ട്, ഞാൻ കർത്താവിനെ മാനിക്കുന്നത് കൊണ്ട് എൻ്റെ കൂടെ യേശു ഉണ്ട്. യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം? അങ്ങനെയാണ് ഇരിക്കുന്നത്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അത് കർത്താവിനെ കുറിച്ചൊരു ഒരു 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 വാല്യൂ, ഒരു മഹത്വം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് യേശു ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അനക്കവും ഒരു കുലുക്കവും ഒരു ഇമോഷണൽ ഫീലിങ്സും ഇല്ലാതിരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതിനൊരു മഹത്വം കൊടുക്കണം. ആ ശബ്ദത്തിൻ്റെ മുന്നിൽ ശബ്ദം പുറപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു മഹത്വം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റെസ്റ്റ് എടുക്കുവാനല്ലല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുവാൻ വന്നിരിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കുലുക്കവും ഇല്ലാതെ നിങ്ങളിരുന്നാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളും പറയും കർത്താവെ രക്ഷിക്കണമേ. കർത്താവ് കുലുങ്ങാതെ അങ്ങനെ ഇരിക്കും. ഓക്കെ ആണോ? അത് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ കുലുങ്ങാതിരുന്നോളൂ. ഓക്കെ? അയ്യോ ഞാൻ ICU യൂണിറ്റിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അങ്ങനെ ഇരിക്കും. ഓക്കെ ആണോ? വേണ്ടല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കണമോ? കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഒരു റെസ്പോൺസ് വേണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഒരു പ്രതികരണം വേണം. ഹല്ലേലൂയ. നോക്കിക്കേ, കൂടെ നടന്നു, പക്ഷേ യേശുവിനെ അറിഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന് വചനം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. നിങ്ങളുടെ വലതു കൈ തലമേൽ വെച്ച് പറഞ്ഞേ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. യെസ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി അതിനെ അംഗീകരിക്കുക, മനസ്സുകൊണ്ട് അംഗീകരിക്കുക. മനസ്സിലെപ്പോഴും അത് വേണം. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം.
ഞാനൊരു ഹൗസ് ഓഫ് ഗോഡാണ്. ഐ എം എ ഹൗസ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവത്തിൻ്റെ ആലയമാണ്. ഞാനൊരു ദൈവത്തിൻ്റെ ആലയമാണ്. അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ദൈവം നമ്മിൽ വസിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. എല്ലാവരിലും ദൈവ സാന്നിധ്യമില്ല, എല്ലാ മനുഷ്യരിലും ദൈവ സാന്നിധ്യമില്ല. ഇത് ഉയരത്തിൽ നിന്ന് പ്രാപിച്ചൊരു ശക്തിയാണ്. ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ശക്തിയിൽ ഒരു സന്തോഷം, അത് ഉള്ളതിൽ ഒരു സന്തോഷം ദൈവമക്കൾക്ക് വേണം. ഈ ലോകത്തിലുള്ള പല മനുഷ്യരിലും നെഗറ്റീവ് പവേഴ്സ്, ഈവിൽ പവേഴ്സ്, പൈശാചിക ശക്തികൾ കുടികൊള്ളുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശരീരം പിശാചിനെ ചുമക്കുവാനുള്ളതല്ല, ഭൂതങ്ങളെ ചുമക്കുവാനുള്ളതല്ല, മരിച്ചുപോയ ആത്മാക്കളെ ചുമക്കുവാനുള്ളതല്ല, പൈശാചിക ശക്തികളിൽ ഒരു തരത്തിൽപ്പെട്ടതിനെയും ചുമക്കുവാനുള്ളതല്ല. അത് പരിശുദ്ധാത്മാവിനെ ചുമക്കുവാനുള്ളതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങൾ അടിക്കടി ഈ കാര്യത്തിൽ ഒരു അവയർനെസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, ഞാനൊരു ദൈവാലയമാണ്, ഞാനൊരു ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് നമ്മെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഓക്കെ. അടുത്തതായി, പിതാവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പ്രമാണിക്കും. കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കൈ ഉയർത്തിക്കേ. എല്ലാവരും ഇല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾക്ക് കൈ ഉയർത്താൻ വല്ല പ്രശ്നമുണ്ടോ? എങ്കിൽ ഞാൻ ആദ്യം നിങ്ങളുടെ കൈക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കൈയെല്ലാം നന്നായിട്ട് ക്ലിയർ ആകാൻ വേണ്ടി. പ്രശ്നമില്ലല്ലോ? ശരി. ഞാൻ ചോദിക്കുന്നേ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ ആരൊക്കെ ഉണ്ട്? കൈ ഉയർത്തിക്കേ. ഒന്നുകൂടെ പറയാം. അതായത് നിങ്ങളെല്ലാം അനുസരിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കോ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ആരൊക്കെയുണ്ട്? ശരി. വചനം അനുസരിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. തുടർന്ന് അവർക്കെന്ത് സംഭവിക്കും? ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. I will dwell with him. We, Father, Son, Holy Spirit. പിതാവാം ദൈവം, പുത്രനായി വെളിപ്പെട്ട ദൈവം, പരിശുദ്ധാത്മാവായി വെളിപ്പെട്ട ദൈവം നമ്മുടെ കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ നടക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തന്നെ ഒരു ഫീലിംഗ് ഇരിക്കട്ടെ, പിതാവിൻ്റെ കൂടെയുണ്ട്, പുത്രനെൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടൊരു സംഭവം. ഒരിക്കൽ എൻ്റെ മമ്മി ഒരു പിശാചിനെ പുറത്താക്കുമ്പോൾ ആ സാത്താൻ്റെ ശക്തി ഇങ്ങനെ സംസാരിച്ചു, ഒരു വ്യക്തിയിലൂടെ എങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ 7 പേരുണ്ട്. പിശാചിൻ്റെ ലോജിക്കില്ലാത്ത സന്തോഷം കാണുക. അതായത് എണ്ണത്തിലാണ് സന്തോഷിക്കുന്നത്. 7 അല്ല, 7000 കോടി ഉണ്ടെങ്കിലും നമുക്ക് വിഷയമല്ല. ഓക്കെ, അതെന്താ പറയുന്നത്? ഞങ്ങൾ 7 പേരുണ്ട്, നിൻ്റെ കൂടെ 3 പേരേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നമ്മളെ കൊളാപ്സ് ചെയ്യുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. ഓക്കെ, നിൻ്റെ കൂടെ എത്ര പേരേ ഉള്ളൂ? 3 പേരേ ഉള്ളൂ. എണ്ണം കുറവാ. ഞങ്ങളുടെ കൂടെ എത്ര ഉണ്ട്? 7 പേരുണ്ട്. ആരാ ഈ 3 പേർ? അതാണ് ഞാൻ പറഞ്ഞത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇനി അവൻ്റെ കൂടെയുള്ള 7 പേരല്ല, എത്ര എണ്ണമായാലും എന്താ പ്രശ്നം? ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ജയിക്കാനുള്ള പവർ എന്തിനാണുള്ളത്? ഒന്നിനുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാകണം. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ മൈൻഡ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ സാന്നിധ്യത്തെ നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് എപ്പോഴും വേണം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന മനസ്സ് വേണം, സ്നേഹിക്കുന്ന മനസ്സ് വേണം, താഴ്മയുള്ള മനസ്സ് വേണം, നന്ദിയുള്ള മനസ്സ് വേണം. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകില്ല. ഹല്ലേലൂയ. ദൈവത്തെ ദൈവജനം ദൈവാലയത്തിൽ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ വർദ്ധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടുതലായ മഹത്വം അവർക്ക് വെളിപ്പെട്ടു വരികയാണ്. ഇതാണ് ഓരോ കൂട്ടായ്മയിലും സംഭവിക്കുന്നത്. ഓരോ ആരാധനയിലും ഓരോ കൂട്ടായ്മയിലും ദൈവത്തിൻ്റെ കൂടുതലായ മഹത്വങ്ങൾ ദൈവം തൻ്റെ മക്കൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. സ്തുതിച്ചു, ആരാധിച്ചു, കാത്തിരുന്നു, സമയങ്ങൾ ചെലവഴിച്ചു. ഇതിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. ഈ സമയങ്ങളിലെല്ലാം അത് ദൈവം എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുവെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. വിശ്വസിപ്പിൻ. ഇന്ന് ഞാൻ കർത്താവിൻ്റെ പാദത്തിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവം മഹത്വകരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നു. ദൈവം ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നു. ദൈവം മഹത്വകരമായ കാര്യങ്ങൾ എനിക്കായി ചെയ്യുന്നു എന്ന് വിശ്വസിപ്പിൻ. എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുന്ന മക്കൾക്ക് വിടുതൽ, സ്തുതിക്കുന്ന മക്കൾക്ക് ജയം, സ്തുതിക്കുന്ന മക്കൾക്ക് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാധനയിടയിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, സ്തുതിക്കുന്ന മക്കളുടെ മേൽ വിടുതൽ വരുന്നു, സ്തുതിക്കുന്ന മക്കളുടെ മേൽ ആശീർവാദം വരുന്നു. അപ്പോഴായിരിക്കും സ്തുതിക്കാതെ നിൽക്കുന്ന ആൾ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ മേലാണോ? അല്ല, അടുത്ത് ആരാധിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ബ്ലെസ്സിങ് വരുന്നത്. ഈ അവസ്ഥയിൽ ആരും നിൽക്കരുത്. എല്ലാവരുടെ മേലും ബ്ലെസ്സിങ് വരണം, എല്ലാവരുടെ മേലും ഹീലിംഗ് വരണം, എല്ലാവരുടെ മേലും ഡെലിവറൻസ് വരണം, എല്ലാവരുടെ മേലും ആമേൻ ഒരു ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഗ്ലോറിയസ് ആയിട്ടുള്ള ഹയർ ലെവലിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. മാത്രമല്ല ദൈവദൂതന്മാരുടെ കാവൽ നമുക്കുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എത്ര പേർക്ക് ദൈവദൂതന്മാരുടെ കാവലുണ്ട്? ശരി, ഓക്കെ. ദൈവദൂതന്മാരുടെ കാവൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് ആനന്ദിക്കണം. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ കൂടെയുണ്ട്, ദൈവദൂതന്മാരുടെ കാവലും പരിപാലനവും എനിക്കുണ്ട്. ഈ ഒരു കാര്യത്തിൽ സന്തോഷിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ഹല്ലേലൂയ. ഇപ്പോൾ ചില കുട്ടികളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ മുഖത്തെ സന്തോഷം നോക്കിക്കേ, നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. അവിടെ ഏഞ്ചലിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സിസ്റ്റർ. അവരുടെ മുഖത്തെ സന്തോഷം നോക്കിക്കേ. ഇതിനേക്കാളും സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വരണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഏതിലാണ് കൂടുതൽ സന്തോഷം വരേണ്ടത്? കർത്താവ് കൂടെയുള്ളതിൽ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായതിൽ, ദൂതന്മാരുടെ കാവലുള്ളതിൽ കൂടുതൽ സന്തോഷം വരണം. പക്ഷെ ഞാനിവിടെ നോക്കുമ്പോൾ അറിയാമോ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ളതിനേക്കാൾ സന്തോഷം കുട്ടികളെ കളിപ്പിച്ചിരിക്കുന്നവർക്കുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതിനേക്കാൾ സന്തോഷം ഈ വചനം കേൾക്കുന്നവർക്ക് വരണം. നേരെ തിരിഞ്ഞു വരണം. ഓക്കെ? ഓക്കെ ആണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൻ്റെ വചനം നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഹൃദയം തുറക്കട്ടെ. അതൊരു മഹത്വകരമായ ഒരു കാര്യമാണ്. ഹൃദയം തുറന്നാൽ പിശാചിന് വഴികൾ അടയുകയാണ്, പിശാചിൻ്റെ വാതിലുകൾ അടയുകയാണ്, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടും. ഹല്ലേലൂയ. നോക്കി, ഈ കേദറിനെ പോലും ചില ആളുകൾ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ഈ എത്തി നോട്ടം ഇങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. ഓക്കെ, ഇവിടെ ഞാൻ ഇനിയും വേറെ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടിരുത്തും. നിങ്ങൾ ആ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കരുത്. വചനത്തെ ഏറ്റെടുത്ത് അതിൽ രസിക്കാൻ, അതിൽ സന്തോഷിക്കുവാൻ, ആ പ്രസൻസിൽ സന്തോഷിക്കുവാനുള്ള ഒരു മൈൻഡിനെ ഫോമാക്കി എടുക്കണം. ഹല്ലേലൂയ. ഇത് ശരിക്കും പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ 16-ാം വാക്യം പോലെയാണ്. അവരുടെ കണ്ണ് നിരോധിച്ചിരിക്കുന്നു. ധാരാളം പേരുടെ കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. എന്തിനാണ് നിരോധിച്ചിരിക്കുന്നത്? ഞാനിവിടെ പറയുന്ന കാര്യം കേൾക്കാതെ വണ്ണം ചിലരുടെ കാതും നിരോധിച്ചിരിക്കുന്നു, കണ്ണും നിരോധിച്ചിരിക്കുന്നു.
ഇവിടെ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും കണ്ണ് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല, ചെവി നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കേൾക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഈ കണ്ണ് തുറക്കാനുള്ള ബന്ധപ്പാടാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെവി തുറക്കാനുള്ള ബന്ധപ്പാടാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറക്കട്ടെ, ചെവി തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, 17-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത്? അവർ വാദിച്ചുകൊണ്ട് പോവുകയാണ്. അവർ വാദിച്ചുകൊണ്ട് പോകണം. എന്താണ് അവരുടെ വാദം? യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. പക്ഷേ ചിലർ കല്ലറയിൽ പോയപ്പോൾ അവിടെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല. ഇവിടെ വാദം എന്താണെന്നറിയാമോ? ചിലർ പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റു, ചിലർ പറയുന്നു യേശുവിൻ്റെ ശരീരത്തെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇത് ഇവരുടെ ഇടയിൽ ക്ലാഷാണ്, ഇത് ഇവരുടെ ഇടയിൽ സംശയമാണ്. ഇവർ ഇങ്ങനെ വാദിച്ചുകൊണ്ടേ നടക്കുകയാണ്. ഇവർ ശിഷ്യന്മാരാണ്, യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്, യേശുവിൽ നിന്ന് ധാരാളം നന്മകൾ പ്രാപിച്ചിട്ടുണ്ട്, യേശുവിൽ നിന്ന് അനേക ആശീർവാദങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവർ ശിഷ്യന്മാരാണ്. പക്ഷേ യേശുവിനെ കുറിച്ച് അവർ വാദിച്ചുകൊണ്ട് നടക്കുന്നു. കൂടെ നടക്കുന്ന യേശുവിനെ കാണാതെ വണ്ണം കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ വചനം പറയുമ്പോഴും ചിലരുടെ ഹൃദയം നിരോധിച്ചിരിക്കുന്നു, ചിലരുടെ കണ്ണ് നിരോധിച്ചിരിക്കുന്നു, ചിലരുടെ ചെവി നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെയും കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അവർ വാടിയ മുഖത്തോടെ നിന്നു. യേശു ഇത് ചോദിച്ചപ്പോൾ അവരുടെ മുഖം വാടി. ഇപ്പോൾ പലരുടെയും മുഖമായിരിക്കുന്നത് പോലെ തന്നെ. അടുത്ത നിങ്ങൾ മുഖം നോക്കിക്കേ, വാടിയിട്ടുണ്ടോ ഫ്രഷ് ആയിട്ടുണ്ടോ നോക്കിക്കേ. ആ ശരി, ഇതെന്ത് പാട്ടോന്ന് അറിയട്ടെ? ഈസ്റ്റർ ആയിട്ടും പാസ്റ്റർ നമുക്ക് അവധി തന്നില്ല, ആരാധിക്കാനായി പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണോ? അല്ലല്ലോ, അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ലോകമക്കളല്ല. ലോകത്തോടുകൂടെ സന്തോഷിക്കാതെ വേണം ദൈവത്തെ ആരാധിക്കുന്നതിന് മാന്യത കൊടുക്കുന്ന മക്കളാണ്. ഹല്ലേലൂയ. വേണമെങ്കിൽ വീട്ടിലിരുന്ന് ഇറച്ചിയും എടുത്ത് വേവിച്ച് കറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. പകരം കർത്താവിൻ്റെ പാദത്തിൽ ഓടി വന്നു, കർത്താവിൻ്റെ പാദത്തെ തേടി വന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിനെ ആരാധിക്കുന്നതിനെ അതിനേക്കാൾ വിലയേറിയതായി കണ്ടു. ദൈവത്തിൻ്റെ മഹത്വം ലോകമക്കളെക്കാൾ കൂടുതൽ കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവെന്ന് പേരുള്ളവൻ ചോദിക്കുകയാണ് 18-ാം വാക്യത്തിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ? കൂടെ നടക്കുന്നത് യേശുവാണ്. അവർ തർക്കിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. കൂടെ നടക്കുന്ന യേശുവിനെ അറിയാൻ പറ്റുന്നില്ല. കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി നിരോധിച്ചിരിക്കുന്നു? യേശുവിനെ കാണാതെ വണ്ണം, യേശുവിനെ അറിയാൻ കഴിയാതെ വണ്ണം കണ്ണ് നിരോധിച്ചിരിക്കുന്നു. റിയലി ഈ അവസ്ഥ റിയലി നമ്മുടെ ചർച്ചിലും ഉണ്ട്. ഞാൻ വളരെ മഹത്വമുള്ള ചില വചനങ്ങൾ സംസാരിച്ചാലും ചിലരുടെ ഉള്ളിൽ അത് ഇറങ്ങില്ല, ചിലരുടെ ഉള്ളിൽ അത് കയറില്ല. പക്ഷേ ചിലരുടെ ഹൃദയം ദൈവം തുറക്കുന്നുണ്ട്. താല്പര്യത്തോടെ കൂടെ ഏറ്റെടുക്കുന്നവരുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞേ, എൻ്റെ കണ്ണ് ദൈവം തുറന്നു തരും. അടുത്തേക്ക് പറഞ്ഞേ, എൻ്റെ കണ്ണ് ദൈവം തുറക്കും, എൻ്റെ ചെവി കർത്താവ് തുറക്കും, എൻ്റെ ഹൃദയം കർത്താവ് തുറക്കും. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, യേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം, തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം, യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം, തീവ്രമായി ആശിപ്പു ഞാൻ,
എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. ആ പാടിയ വരിയിൽ ഒന്നുണ്ട്, തീവ്രമായി ആശിപ്പു ഞാൻ എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, യേശുവിനെ. അത് സത്യമാണോ? തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ആർക്കൊക്കെയുണ്ട്? യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, യേശുവിനെ ആസ്വദിക്കണം. ഇല്ലെങ്കിലും അതുണ്ടായേ പറ്റും, അതുണ്ടാകണം. അടുത്തേക്ക് എടുത്ത് പറഞ്ഞ, യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, യേശുവിനെ ആസ്വദിക്കണം. ഒന്നുകൂടെ, യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, യേശുവിനെ ആസ്വദിക്കണം. ഹൃദയങ്ങൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, ചെവികൾ തുറക്കട്ടെ. വലിയ ഒരു മഹത്വം മറഞ്ഞു കിടപ്പുണ്ട്. അതിനെ തുറന്നെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് വഴി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യപുത്രനായിരിക്കുന്ന നമ്മെ ദൈവപുത്രന്മാരാക്കി കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഡീകരായിരിക്കുന്ന നമ്മെ ആത്മീകരാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഹയർ ലെവൽസിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിനിയും തുറക്കട്ടെ, ദൂതന്മാരെ കാണട്ടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ആസ്വദിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് തിരിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയട്ടെ. ഹൃദയം തുറക്കണം, കാത് തുറക്കണം, ചെവി തുറക്കണം, കണ്ണു തുറക്കണം. അത്ഭുതങ്ങൾ നടക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആസ്വദിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ എഴുന്നേൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അവർ വീണ്ടും പറയുകയാണ്. എന്തിനെ കുറിച്ചാണ്? 19-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. യേശു എങ്ങനെയായിരുന്നു എന്നാണ് അവർ പറയുന്നത്? വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുണ്ടായിരുന്നു. എന്തൊക്കെ? വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുണ്ടായിരുന്നു. നിങ്ങൾക്കത് വേണോ വേണ്ടേ? വേണം. വാക്കിലൊരു ശക്തി വേണം, പ്രവൃത്തിയിലൊരു ശക്തി വേണം. നിങ്ങളൊരു സ്തോത്രം പറയുമ്പോൾ ശക്തി പുറപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളൊരു കാലെടുത്ത് വെക്കുമ്പോൾ ശക്തി പുറപ്പെടണം. ഹല്ലേലൂയ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള യേശു, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ദൈവപുത്രൻ. അനേക ദൈവപുത്രന്മാരെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവരാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിങ്ങിലേക്ക് സഭയെ അങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. യേശു എങ്ങനെ വെളിപ്പെട്ടു? യേശു ഒരു ദൈവപുത്രനായി വെളിപ്പെട്ടു. എങ്ങനെ? വാക്കിൽ ശക്തിയുണ്ട്, പ്രവൃത്തിയിൽ ശക്തിയുണ്ട്. നമ്മെയും കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ദൈവപുത്രന്മാരായി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ദൈവപുത്രന്മാരായി ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം എഴുന്നേൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും ഒരു ശക്തി ഉണ്ടാകട്ടെ. വാക്കിലും പ്രവൃത്തിയിലും ഒരു പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആഗ്രഹിപ്പിൻ, ആഗ്രഹിച്ച് ഏറ്റെടുത്തുകൊള്ളുവിൻ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവരാക്കി തൻ്റെ മക്കളെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യേശു അങ്ങനെ വെളിപ്പെട്ടു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്നത്, മനുഷ്യവേഷത്തിൽ വന്നത് ഒരു യാഗമായി മാറുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മെ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിക്കുന്നത് യാഗമായി മാറുവാൻ അല്ല, പകരം വലിയൊരു യുദ്ധം ചെയ്യുവാനാണ്. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് പോരാട്ടമുണ്ട്. ആരോട്? വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാര ലോകാധിപതികളോട്, ദുഷ്ടാത്മസേനകളോട് നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം വാക്കിലും പ്രവൃത്തിയിലും അത് സംഭവിക്കും.
ദൈവപുത്രന്മാരായ യേശു കർത്താവിൻ്റെ രക്തത്താൽ എഴുന്നേൽക്കുന്ന ദൈവപുത്രന്മാരുടെ വാക്കിലും പ്രവൃത്തിയിലും ശക്തി പുറപ്പെടും. ദൈവപുത്രന്മാരുടെ വാക്കിലും പ്രവൃത്തിയിലും ശക്തി പുറപ്പെടുമ്പോൾ അത് വലിയ മാറ്റങ്ങളെ അന്തരീക്ഷങ്ങളിൽ കൊണ്ടുവരും, ചുറ്റുപാടും കൊണ്ടുവരും, ഭൂമിയിൽ കൊണ്ടുവരും. അതിനായി കർത്താവ് തൻ്റെ മക്കളെ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയും, വലിയ മഴ വരികയാണ്, വലിയ മഴ വന്ന് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോവുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപുത്രൻ പറയും, ഇല്ല, നോർമൽ മഴ പെയ്താൽ മതി. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയും, മഴയെ ഇനി പെയ്യില്ല, വലിയ ക്ഷാമം വരാൻ പോവുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ദൈവപുത്രൻ പറയും, ഇല്ല, ആവശ്യത്തിനുള്ള മഴ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ തമിഴ്നാട് കേരള ബോർഡറിൽ അവിടെ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ബ്ലസ് ചെയ്യപ്പെട്ടൊരു ഏരിയയാണ്. ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം വ്യാഴാഴ്ച മോട്ടോട് നിൽക്കുമ്പോൾ അവിടെ ഹെവി റെയിൻ, ശക്തമായ മഴ അല്ലേ രമാൻറ്റിയൊക്കെ? അവിടെ എങ്ങനത്തെ മഴയായിരുന്നു ആൻറ്റി? കനത്ത മഴ, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒരു തുള്ളി മഴ ഇവിടെ പെയ്തിട്ടില്ല, മഴയുടെ ഒരു ലക്ഷണവുമില്ല. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും അവിടെ നിന്ന് ഇവിടെ നിന്ന് വരെ, 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ കനത്ത മഴ, ശക്തമായ മഴ, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. ഇവിടെ മഴയില്ല. അവിടെയുള്ള മഴയുടെ ഒരു ബ്ലെസ്സിങ്, അതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കിങ്സ് റിവറിൻ്റെ കുളവും ആ ഏരിയയും അവിടെ ദൈവം കൊടുത്ത ഒരു ബ്ലെസ്സിങ്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പോലെയല്ല, മനുഷ്യൻ ബുദ്ധിയിൽ കാണുന്നത് പോലെയല്ല, മനുഷ്യൻ ബുദ്ധിയിൽ പറയുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ പുത്രന്മാരുടെ വാഴ്ച നടക്കുമ്പോൾ അതിനെയെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട്, അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അന്തരീക്ഷത്തിലുണ്ടാകും, ക്ലൈമറ്റിലുണ്ടാകും, ഭൂമിയിലുണ്ടാകും, ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകും. നിങ്ങളുടെ ഭവനത്തിലുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ ബന്ധങ്ങളിലുണ്ടാകും, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും. ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇത് വിശ്വാസത്തിൽ ഹൃദയത്തിനകത്ത് മാത്രം ഇരിക്കുവാനുള്ളതല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടും. വാക്കിലും പ്രവൃത്തിയിലും ഒരു ശക്തിയെ വെളിപ്പെടുത്തുന്ന പ്രവാചകനായി യേശു എന്ന ദൈവപുത്രൻ വെളിപ്പെട്ടുവെങ്കിൽ, ദൈവജനമേ, നിങ്ങളെയും അതുപോലെ തന്നെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ദൈവപുത്രന്മാരായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എഴുന്നേൽക്കണം, ദൈവസഭ എഴുന്നേൽക്കണം. ശക്തിയെ പുറപ്പെടുവിക്കുന്ന, ശക്തിയെ സ്പ്രെഡാക്കുന്ന, ശക്തിയെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരായി നിങ്ങൾ ഓരോരുത്തരും എഴുന്നേൽക്കണമെന്ന് കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഇതുപോലെ, അതായത് എല്ലാവരും ഇതുപോലെ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുക, അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പകരം നിങ്ങൾ ഒരുപക്ഷെ അടുക്കളയിൽ നിന്ന് കത്തിരിക്ക മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ശക്തി പുറപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ കത്തിയെടുത്ത് കത്തിരിക്ക ഒരു പീസായി മുറിക്കുമ്പോൾ അവിടെ കത്തിരിക്ക മാത്രമല്ല മുറിയുന്നത്, ചിലപ്പോൾ പൈശാചികമായ ചില ശക്തികൾ പോലും അതിനോടൊപ്പം തകരും. പ്രവൃത്തിയിലൊരു ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ സാധാരണ പുറമേ നോക്കിയാൽ സാധാരണ നടക്കുന്നു, പക്ഷെ ആത്മാവിൽ ഒരു ശക്തി പുറപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ എഴുന്നേൽക്കണം. ഈ നാളുകളിൽ അവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ശക്തി പുറപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് ഈസ്റ്റർ ആണെന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വരാതിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് വന്നില്ല എന്നറിയാമോ? വെളിച്ചം ഹൃദയത്തിൽ ഇറങ്ങിയിട്ടില്ല. ലോകത്തിൻ്റെ മനസ്സിലും ജഡീക മനസ്സിലും ജഡീക ചിന്തയിലും അവരിപ്പോഴും കിടക്കുകയാണ്. അതുകൊണ്ട് ഈസ്റ്റർ എന്ന കാരണത്താൽ ആരാധനയ്ക്ക് വരില്ല. പക്ഷേ ഹൃദയം തുറന്ന് ആ ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയവർ ഈസ്റ്റർ എന്നുള്ള പുറമേയുള്ള ഒരു ആഘോഷത്തിലല്ല, ആത്മീയമായി കർത്താവിനെ സ്തുതിക്കുന്നതിലൊരു വാല്യൂ അവർ കാണും. വർഷം തോറും കർത്താവിനെ കൊല്ലുകയും വർഷം തോറും കർത്താവിനെ ഉയർത്തുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ പോകരുത്. കർത്താവിൻ്റെ മഹത്വം, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശക്തിയെ ദിനം തോറും എൻജോയ് ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ മക്കൾ മുന്നേറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ എന്താണ് ദൈവരാജ്യം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദൈവത്തിന്റെ രാജ്യം? For the kingdom of God is not eating and drinking. തിന്നു കുടിക്കുന്നതല്ല ദൈവരാജ്യം. ഈസ്റ്ററിന് ചിലർ ആരാധനയ്ക്ക് പോകാതെ വീട്ടിലിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തിന്നു കുടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച ഒരു ക്രിസ്മസ് വന്നാൽ ആരാധന മാറ്റിവെച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നത് എന്തിനെന്നറിയാമോ? തിന്നു കുടിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വചനം പറയുന്നു തിന്നു കുടിക്കുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പിന്നെന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം കർത്താവിന്റെ പാദത്തെ തേടി ഓടുന്നത് അതൊരു നീതിയാണ്. കർത്താവിനായി സമയങ്ങളെ മാറ്റിവെക്കുന്നത് അതൊരു നീതിയാണ്. ദൈവത്തെ ആത്മാവിൽ ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുന്നത് അതൊരു നീതിയാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ ഒരു ശക്തിയെ പകരുന്നു. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അത് സൃഷ്ടാവിൻ്റെ ശക്തിയാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആ ശക്തിയിൽ സന്തോഷിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ദൈവ മക്കൾക്ക് കർത്താവ് തന്നിട്ടുള്ളത്. To rejoice in the Lord. കർത്താവിൽ സന്തോഷിക്കുന്ന സന്തോഷം, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന സന്തോഷം, ആരാധനയിൽ സന്തോഷിക്കുന്ന സന്തോഷം, വചനത്തിൽ സന്തോഷിക്കുന്ന സന്തോഷം, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന സന്തോഷം, ഇത് ദൈവം ദൈവസഭയ്ക്കായി വെച്ചിട്ടുള്ള ഒരു നന്മയാണ്. ഹല്ലേലൂയ. വാക്കിലും പ്രവൃത്തിയിലും ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമക്കൾ നീതിയുള്ളവരായി, സമാധാനമുള്ളവരായി, ശാന്തതയുള്ള മക്കളായി ഇരുന്നാൽ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന എക്സ്പീരിയൻസിലേക്ക് വന്നാൽ, എന്തിൽ സന്തോഷിക്കണം? ലോകത്തിലല്ല സന്തോഷിക്കേണ്ടത്, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം. സ്തുതിക്കുന്നതിൽ സന്തോഷിക്കണം, ആരാധിക്കുന്നതിൽ സന്തോഷിക്കണം, കർത്താവിൻ്റെ പാദത്തെ തേടുന്നതിൽ സന്തോഷിക്കണം, ആലയത്തിൽ പോകുന്നതിൽ സന്തോഷിക്കണം, കൂട്ടായ്മയിൽ ഇരിക്കുന്നതിൽ സന്തോഷിക്കണം, ദൈവപാദത്തിൽ സമയങ്ങൾ ചെലവഴിക്കുന്നതിൽ സന്തോഷിക്കണം, വചനങ്ങൾ ധ്യാനിക്കുന്നതിൽ സന്തോഷിക്കണം, ദൈവത്തിൻ്റെ മഹത്വത്തെ പറയുന്നതിൽ സന്തോഷിക്കണം, ദൈവത്തിൻ്റെ മഹത്വത്തെ കേൾക്കുന്നതിൽ സന്തോഷിക്കണം. ഇങ്ങനെ സന്തോഷിക്കുന്ന, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. അവർ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്. ഹല്ലേലൂയ. ആരാധന മാറ്റി വെച്ചിട്ട് വീട്ടിലിരുന്ന് തിന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവരാജ്യത്തിലാണോ? അല്ല. പിന്നെ ഏത് രാജ്യത്തിലാണ്? പിന്നെ ഏത് രാജ്യത്തിലാണ്? ലോകരാജ്യത്തിലാണ്. കിങ്ഡം ഓഫ് ദ വേൾഡിലാണ്. നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലല്ല, ലോകരാജ്യത്തിലാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം, ലോകരാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് കയറി വരുവേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയുള്ള, സമാധാനം അനുഭവിക്കുന്ന, പരിശുദ്ധാത്മാ സന്തോഷത്തെ എൻജോയ് ചെയ്യുന്ന ആ എക്സ്പീരിയൻസിലേക്ക് ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ ജനം കയറി വരണം. അത്ഭുതങ്ങൾ നടന്നാൽ പോരാ, രോഗസൗഖ്യം കിട്ടിയാൽ പോരാ, ഭൂതശാന്തി കിട്ടിയാൽ പോരാ, അനേക നന്മകൾ ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ പോരാ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ജീവിതകാലം മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള ഒരു നല്ല ഹൃദയം ഉണ്ടാകണം. അതിനായി ഹൃദയം തുറക്കണം, അതിനായി കണ്ണു തുറക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, നിങ്ങൾ ഈ പറയുന്ന ഓരോ സ്തുതി സ്തോത്രങ്ങൾ പോലും ദൈവത്തിൽ സന്തോഷിക്കുന്നതാണ്. ദൈവത്തിനൊരു ഹല്ലേലൂയ പറയുമ്പോൾ അത് ദൈവത്തിൽ സന്തോഷിക്കുന്നതാണ്. അടുത്ത് കേട്ട് കൈപിടിച്ച് പറഞ്ഞേ, വായടച്ച് മിണ്ടാതിരിക്കരുത്. വായ തുറന്ന് ശബ്ദമുയർത്തി സ്തോത്രം പറയണം, ഹല്ലേലൂയ പറയണം, സ്തുതിക്കണം, ആരാധിക്കണം. ശരി, ഓക്കെ. ചില ആളുകൾക്ക് ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയോ കുഴിയിലാകപ്പെട്ടതുപോലെയാണ്. പിന്നെ അനങ്ങില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആവും. ഇതാരെന്നറിയാമോ? ലോകരാജ്യത്തിലാണ് ഇപ്പോഴും. ബോഡി മാത്രം എങ്ങനെയോ ഇവിടെ കൊണ്ടിരുത്തി, പക്ഷേ സ്പിരിറ്റിൽ അവരെവിടെയാണ്? ദേ ആർ ഇൻ ദ കിങ്ഡം ഓഫ് ദ വേൾഡ്. അവർ ലോകരാജ്യത്തിലാണ്. പക്ഷേ ദൈവരാജ്യത്തിൽ നിങ്ങളുടെ ശരീരവും കൂടെ അതിനെ ഇഴുകിച്ചേർന്ന് വരണം. ആത്മാവിൽ നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത് പോലെ, ആത്മാവിൽ ദൈവരാജ്യത്തിലായിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരവും ആ ആത്മാവിനോട് ചേർന്ന് എൻജോയ് ചെയ്യണം. ഹല്ലേലൂയ. ജീവനും എൻ്റെ
സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു ജീവനും എൻ്റെ സർവസ്വവും മുൻപിലാണച്ചു സത്യമായി അങ്ങനെ തന്നെ വേണം. മനസ്സിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ ആക്ഷനിൽ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. എനിക്ക് ദൈവസ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറച്ചിയും കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ആരാധന മാറ്റിവെച്ചിട്ട് ആഹാരവും കഴിച്ച് ഇറച്ചിയും കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ആരാധന മാറ്റിവെച്ചിട്ട് സർക്കിട്ടുകൾ പോകുന്നവർ, അവർ ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. അവർ ലോകരാജ്യത്തിലാണ്. കം ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്ക് കയറി വരുവാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ എൻജോയ് ചെയ്യുവാൻ, ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് കയറി വരുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ ലോകരാജ്യത്തിലാണോ ദൈവരാജ്യത്തിലാണോ? ദൈവരാജ്യത്തിലേക്ക് കയറി വരുവാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന, കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് കയറി വരുവാൻ. ഹല്ലേലൂയ.